1965 ഓഗസ്റ്റ് 9 തെക്കുകിഴക്കൻ ഏഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷം. ലോകം മുഴുവൻ TV സ്ക്രീനുകളിലേക്ക് നോക്കി നിന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരാൾ സംസാരിക്കുകയായിരുന്നു. ലീ ക്വാൻ യു. ഒരു രാജ്യത്തിന്റെ ജനനം സാധാരണ ആഘോഷമായിരിക്കും, എന്നാൽ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുറത്താക്കലായിരുന്നു. മലേഷ്യ എന്ന ഫെഡറേഷനിൽ നിന്ന് സിംഗപ്പൂരിനെ പുറത്താക്കിയപ്പോൾ ലോകം വിചാരിച്ചു ഈ കുഞ്ഞു രാജ്യം കടലിൽ മുങ്ങിപ്പോകുമെന്ന്. എന്തുകൊണ്ടാണ് മലേഷ്യ അവരെ ഒഴിവാക്കിയത്? ഉത്തരം വ്യക്തമാണ്: രാഷ്ട്രീയവും വർണ്ണവിവേചനവും. മലേഷ്യൻ സർക്കാരിന്റെ ഭൂമിപുത്ര നയങ്ങളും സിംഗപ്പൂരിന്റെ തുല്യനീതിക്കായുള്ള നിലപാടുകളും തമ്മിൽ ഏറ്റുമുട്ടി. വർഗീയ കലാപങ്ങൾ തെരുവുകളെ രക്തപങ്കിലമാക്കി. ഒടുവിൽ മലേഷ്യ തീരുമാനിച്ചു, സിംഗപ്പൂരിന് നമുക്കൊപ്പം വേണ്ട. പ്രകൃതി വിഭവങ്ങളില്ലാത്ത, കുടിനീരിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്ന ഒരു ദ്വീപിനെ അവർ ഉപേക്ഷിച്ചു. ലീ ക്വാൻ യു എന്ന ദീർഘദർശിയായ ഭരണാധികാരി സിംഗപ്പൂരിനെ ഒരു ഗ്ലോബൽ സിറ്റിയാക്കി മാറ്റി. അവർ നിയമങ്ങൾ കർക്കശമാക്കി, അഴിമതിയെ വേരോടെ പിഴുതെറിഞ്ഞു. ചൈനക്കാരും മലയാളികളും തമിഴരും യൂറോപ്യന്മാരും അടങ്ങുന്ന ഒരു ബഹുസ്വര സമൂഹത്തെ സിംഗപ്പൂരിയൻ എന്ന ഒറ്റ വികാരത്തിന് കീഴിൽ അണിനിരത്തി. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയുമായിരുന്നു അവരുടെ ആയുധങ്ങൾ. കടലിനോട് മല്ലിട്ട് അവർ കര വികസിപ്പിച്ചു. ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി അവർ മാറി. ഇന്ന് ആ ചാരക്കൂനയിൽ നിന്നും സിംഗപ്പൂർ ഉയർന്നു നിൽക്കുന്നത് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായാണ്. ആകാശമുട്ടുന്ന കെട്ടിടങ്ങൾ, അത്യാധുനികമായ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ലോകത്തെ ഏറ്റവും മികച്ച എയർപോർട്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും ഹരിതാഭമായ ഉദ്യാനങ്ങൾക്കുമിടയിൽ ആ രാജ്യം മന്ത്രിക്കുന്നത് ഒരു കാര്യമാണ്: പരിമിതികൾ നിങ്ങളെ തളർത്താനുള്ളതല്ല, മറിച്ച് പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനുള്ളതാണ്. ഒരു കാലത്ത് പുറത്താക്കപ്പെട്ടവർ ഇന്ന് ലോകം ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന മാതൃകയായി മാറിയിരിക്കുന്നു. പരിമിതികളെ എങ്ങനെ അവസരങ്ങളാക്കാം എന്നതിന് ഈ കൊച്ചു രാജ്യം ഒരു പാഠപുസ്തകമാണ്.